നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 70% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയതോടെ ആത്മവിശ്വാസത്തിലാണ് പ്രധാന മുന്നണികൾ. 3 ആഴ്ച നീണ്ടുനിന്ന പ്രചാരണം 3 മുന്നണികളുടെയും ബലപരീക്ഷണത്തിനാണ് വേദിയായത്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയതിന്റെ ആശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് രാവിലെ 10 മണിയോടെ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വികസനത്തിന് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ ഇങ്ങോട്ട് പറയല്ലേ, ഞങ്ങൾക്ക് 2000 രൂപ പെൻഷൻ കിട്ടി, പട്ടാളക്കാർ പറഞ്ഞ് 1 റാങ്ക് 1 പെൻഷൻ, ഇതൊക്കെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണമാണ്. നിലമ്പൂർ നഗരസഭയിലെ മുതിരി മാങ്കൂത്ത് GLP സ്കൂളിലെത്തിയാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M സ്വരാജ് വോട്ട് രേഖപ്പെടുത്തിയത്. പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിലും ആശങ്ക ഉണ്ടായിട്ടില്ലെന്ന് സ്വരാജ് പറഞ്ഞു. സാവധാനത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നിരുന്നത്. ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് അത് കുറേ കൂടി വേഗത്തിലാവും എന്നാണ് കരുതുന്നത്. എന്നാൽ പല ബൂത്തിലേക്കും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊരു മഴ പെയ്തപ്പോൾ തിരക്ക് കുറയുന്നൊരു സ്ഥിതിയും വന്നു. എന്നാലും നല്ലതുപോലെ പോളിംഗ് നടക്കുന്ന അനുഭവമാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലല്ല, പെട്ടെന്ന് സന്ദർശിക്കുമ്പോഴുള്ളൊരു വിവരം വെച്ച് നല്ലതുപോലെ പോളിംഗ് നടക്കുന്നതായിട്ടാണ്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യട്ടെ. 100% പോളിംഗ് വരുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാവുക. നമുക്കങ്ങനെ ആഗ്രഹിക്കാം. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് കുടുംബത്തോടൊപ്പം നിലമ്പൂർ വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ 184 നമ്പർ ബൂത്തിലെത്തി രാവിലെ 8 മണിയോടെ വോട്ട് ചെയ്തു. ഒരു നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളുണ്ട്. പിന്നെ ബൂത്തുകളിൽ എന്താണെന്ന് വെച്ചാൽ 59 പുതിയ ബൂത്തുകളാണ് ഉണ്ടാക്കിയത്. 59 പുതിയ ബൂത്തുകൾ. നേരത്തെ 204 59. സാധാരണ ഓരോ വർഷം ബൂത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ഒരു 5 ബൂത്ത് അല്ലെങ്കിൽ ഒരു 6 ബൂത്ത് ഇങ്ങനെയാണ് ഓരോ വർഷം വർദ്ധിപ്പിക്കുക ഓരോ തെരഞ്ഞെടുപ്പിൽ. ഇത് നേരെ മറിച്ച് 59 ബൂത്ത് വർദ്ധിച്ചതുകൊണ്ട് ബൂത്തുകളിൽ വോട്ടുകളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ നീണ്ട ക്യൂയുടെ ആവശ്യമില്ല. ആർക്കും വോട്ട് ചെയ്ത് പോകാവുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സ്ഥാനാർത്ഥികളെല്ലാം ശുഭപ്രതീക്ഷയിലാണ്. ജനം വിധിയെഴുതി. നിലമ്പൂർ ഇനി ആർക്കൊപ്പമെന്നറിയാൻ 3 നാൾ നീണ്ട കാത്തിരിപ്പ്. നിലമ്പൂരിൽ നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കൽമനം, ജനം.